രമേശ് ചെന്നിത്തല പാലക്കാട് മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് പാർട്ടി ഒരു പരാതിയോ ആരുടെയെങ്കിലും ഒരു കംപ്ലൈന്റോ ഇല്ലാതെ തന്നെയാണ് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. അത് കഴിഞ്ഞ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇത് കേരളത്തിലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കാത്ത നടപടികളാണ്. സമാന സ്വഭാവത്തിലുള്ള സാഹചര്യങ്ങൾ, കേസുകൾ CPM-ൽ വന്നപ്പോഴൊക്കെ CPM ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ രാഹുൽ മാക്കൂട്ടത്തിൻ്റെമായി ബന്ധപ്പെട്ട വേറെ ചില പരാതികളും വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട കേസ് കോടതി നിൽക്കുകയാണ്. കോടതി ഇന്ന് വിധി പറയുമെന്ന് കരുതുന്നു. ഞങ്ങൾക്ക് ആരെയും സംരക്ഷിക്കേണ്ട കാര്യമില്ല. ഈ വിഷയത്തിൽ എൻ്റെ നിലപാട് തുടക്കം മുതൽ എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും അറിയുന്നതാണ്. അപ്പോൾ കോടതി എന്താണ് തീരുമാനമെടുക്കുന്നതെന്ന് അറിയട്ടെ. അത് കഴിഞ്ഞ ശേഷം KPCC പ്രസിഡന്റ് എല്ലാ നേതാക്കന്മാരുമായി കൂടി ആലോചിച്ച് ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും എന്നുള്ളതാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ഞങ്ങൾക്ക് ആരെയും സംരക്ഷിക്കേണ്ട കാര്യമില്ല. ഇതൊരു വ്യക്തിയുടെ കാര്യമാണ്. ഇത് വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചു. CPM സമാന സ്വഭാവമുള്ള കേസുകളിൽ ഒരു നടപടി പോലും സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, അവർക്കൊക്കെ പ്രൊമോഷൻ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ വരികയാണ്. അത് കോടതി എന്താ പറയുന്നത് നോക്കട്ടെ. അത് കഴിഞ്ഞ ശേഷം പാർട്ടി നേതൃത്വം അക്കാര്യത്തിൽ യുക്തമായ നടപടി എടുക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, നിഷേധിച്ചോ? വെയിറ്റ് അങ്ങനെ നമ്മൾ അല്ല, അത് നേതൃത്വം അപ്പം തന്നെ KPCC പ്രസിഡന്റ് ആ പരാതി DGPക്ക് അയച്ചു കൊടുത്തു. അതാണ് അതിന്റെ ഏറ്റവും നടപടിക്രമം. അതാണ് ഇത്തരമൊരു പരാതി കിട്ടിയാൽ നിയമപരമായി ആർക്ക് കിട്ടിയാലും അവർ പോലീസിലേക്ക് റിപ്പോർട്ട് ചെയ്യണോ അല്ലെ അറിയിക്കണോ എന്നുള്ളതാണ് നിയമം. പാർട്ടിയെ വിശ്വസിച്ചാണ് ഇത്തരത്തിൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർക്ക് ഒരു പെൺകുട്ടി പരാതി നൽകുന്നത്. സ്വാഭാവികമായി ഇപ്പോഴും സസ്പെൻഷനിൽ മാത്രമാണ് പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. അത്തരം നടപടികൾ കൂടി സ്വീകരിക്കേണ്ടതല്ലേ എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഓടിയില്ലേ? അവൻ ചോദ്യമില്ല. ആരും ചോദ്യമുണ്ടോ? എവിടെ ചോദ്യമുണ്ട്? ഞങ്ങൾ ഇത്രയും നടപടി സ്വീകരിച്ചില്ലേ? CPM-ലുള്ള എത്ര MLA-മാരുടെ പേര് ഇത്രയും കേസുകളുണ്ട്. എന്തെങ്കിലും നടപടിയുണ്ടോ? പാർട്ടി കോടതിയല്ലേ അന്വേഷിച്ചത്? തീവ്രത അളക്കുകയല്ലേ ചെയ്തത്? കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ഏറ്റവും ശക്തമായ നടപടി ഇക്കാര്യത്തിൽ സ്വീകരിച്ച കോൺഗ്രസ് പാർട്ടിയാണ്. അതിനുള്ള ആർജവം ഞങ്ങൾ കാണിച്ചു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ നിലപാട് എന്താണ് ഈ കാര്യത്തിലെന്ന് മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും വ്യക്തമായി അറിയാവുന്നതാണ്. അപ്പോൾ പാർട്ടിക്ക് ചില നടപടിക്രമങ്ങളുണ്ട് കാര്യത്തിൽ. കോടതിയുടെ മുമ്പിൽ ഇപ്പം ഇരിക്കുകയാണ്. കോടതി എന്താണ് പറയുന്നത് നോക്കട്ടെ. അത് കഴിഞ്ഞാൽ അതേ സംബന്ധിച്ച് എന്ത് വേണമെന്ന് പാർട്ടി കൂടി ആലോചിച്ച് തീരുമാനിക്കും. പറഞ്ഞത് പുകഞ്ഞ പുള്ളി പുറത്തേക്ക് എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ നിരവധി പരാതികൾ KPCCക്ക് മുൻപും ലഭിച്ചിട്ട് യാതൊരുവിധ നടപടികളും എടുത്തില്ല. K. സുധാകരൻ പ്രസിഡന്റായ സമയത്താണ് ഇത്തരത്തിൽ പരാതി കൊടുത്തത് എന്നും അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ശരി. ഈ രണ്ടാമത്തെ പരാതിയിലെ ഫെനി നൈന ഈ രണ്ടാമത്തെ പരാതിയിൽ ഫെനി നൈനാൻ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ പരാമർശമുണ്ട്. ഫെനി നൈനാൻ നിലവിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയാണ്. അപ്പം നടപടി ഫെനി നൈനാനെതിരെയും വേണ്ടേ? രണ്ടാമത്തെ പരാതിയിൽ അദ്ദേഹത്തിന്റെ പേരും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൊണ്ടുപോയതും എനിക്കറിയില്ല ആരാ ഫെന്നിയോന്നോ ഒന്നും എനിക്കറിയില്ല. അതൊക്കെ നമ്മളിപ്പോൾ അറിയാൻ പറ്റുമോ? 10-25,000 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. ഇതാര് 10-25,000 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. ഇതൊക്കെ ആരാന്ന് ആർക്കറിയാം? അപ്പം അത് നോക്കട്ടെ, പരിശോധിക്കുമല്ലോ.
പാർട്ടി മാതൃകാപരമായിട്ടുള്ള തീരുമാനമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടായതെന്ന് ഇപ്പോൾ മുൻകൂർ ജാമ്യ ഹർജി പ്രതികൂലമാവുകയാണെങ്കിൽ തുടർന്ന് അങ്ങോട്ടും മാതൃകാപരമായിട്ടുള്ള നടപടി തന്നെ KPCCയുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് തന്നെയല്ലേ? അല്ല, നിങ്ങൾ ഇപ്പോൾ ബഹളമുണ്ട തിരക്ക് പിടിക്കേണ്ട കാര്യമില്ലല്ലോ. കോടതി തീരുമാനം വരട്ടെ. കോടതി എന്ത് പറഞ്ഞത് കൊണ്ട് ഇന്നത് എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അപ്പൊ ഞാൻ പറയുമ്പോ അത് എനിക്ക് അതിലേക്കാണ്